ഇതാണ് നമ്മൾ പവർ സ്റ്റിയറിംഗിൻ്റെ സിമുലേറ്റർ വരുന്നത്. EPS ടെസ്റ്റർ അല്ലേ. ടെസ്റ്ററിൻ്റെ മേലെ നമ്മൾ മോട്ടർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഡിസൈറിൻ്റെ ഒരു മൊഡ്യൂള്, ഒരു 12 വോൾട്ടേജ് പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ EPSുമായി ബന്ധിപ്പിക്കുന്ന കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു ഇഗ്നീഷൻ ബട്ടൺ കൊടുത്ത് ഇഗ്നീഷൻ ഓൺ ആക്കുക. അപ്പോൾ ഇഗ്നീഷൻ ഓൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു EPS വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കുക. പൊസിഷനും കാര്യങ്ങളും നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മോട്ടോറിനെ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ വർക്കിംഗ് ആണെന്ന് നോക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് സ്കാനർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ EPS ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ തരത്തിലുള്ള പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളും വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കാനിംഗ് ടൂൾ കണ്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ട്രബിൾ കോഡ്സ് ഉണ്ടോ നോക്കി നോക്കാം. മൊഡ്യൂളിൽ ഒരു ട്രബിൾ കോഡ് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഇറേസ് കോഡ് അടിക്കണം. ഇറേസ് കോഡ് അടിച്ചു, ഇറേസ് ചെയ്ത് കളഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തൊക്കെ ട്രബിൾ കോഡ് പെർമനൻ്റ് ആയിട്ട് പോയിട്ടുണ്ട് അല്ലേ. എസ്കേ കൊടുക്കുക. ലൈവ് ഡാറ്റയിൽ പോയിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോക്ക് സെൻസർ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ നോബ് വരുന്നത്. ഈ നോബ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണിക്കാം. ഗ്രാഫിൽ ഇട്ടേ, ഗ്രാഫ് അതിൻ്റെ ടോക്ക് സെൻസറിൻ്റെ ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടോക്ക് സെൻസർ വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് ഗ്രാഫിൽ കാണിക്കുന്നുണ്ട്. Smart Automotive Training Center, Edappal, Malappuram, Kerala. For more details, contact 8086610668.